ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഇസ്രയേലും ഇറാനും വെടിനിർത്തൽ പ്രാബല്യത്തിലെന്ന് അറിയിച്ചിരിക്കുകയാണ്. അടുത്ത 6 മണിക്കൂർ നിർണായകമാണ്. വിനീത വേണു വിവരങ്ങളുമായി വാർഡസ്കിൽ നിന്ന്. വിനീത, ഇപ്പോൾ പശ്ചിമേഷ്യ സമാധാനത്തിലേക്കെന്ന് ഉറപ്പിക്കാനായോ? ഇറാൻ മാത്രമാണ് ആദ്യം പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ ഇസ്രയേലും വെടിനിർത്തലിൽ പ്രതികരണം നടത്തിക്കഴിഞ്ഞോ? സ്മൃതി, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഈ വെടിനിർത്തൽ അംഗീകരിക്കുന്നു എന്ന പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ട്രംപിന്റെ തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് വെടിനിർത്തലിലേക്ക് ഇസ്രായേലും പോകുന്നു എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച വിശദമായ ഒരു പ്രസ്താവന പിന്നീട് നടത്താം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുമായി ഫോണിൽ സംസാരിച്ച ശേഷമാണ് ഇത്തരത്തിൽ വെടിനിർത്തലിലേക്ക് പോയിരിക്കുന്നതെന്നാണ്. ആദ്യഘട്ടത്തിൽ ഇറാൻ വെടിനിർത്തൽ നടത്തും. 6 മണിക്കൂറിന് ശേഷം ഇസ്രായേലും വെടിനിർത്തലിലേക്ക് എത്തും എന്നാണ് ട്രംപ് അറിയിച്ചിരുന്നത്. ഇറാൻ ഇപ്പോഴിതാ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു വെടിനിർത്തൽ എന്ന് പറയുകയാണ്. ട്രംപ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതായത് താൽക്കാലികമായൊരു വിരാമം ഉണ്ടാകുന്നു അവിടെ എന്നുള്ളതാണ്. ഇനി ഇറാന്റെയും ഇസ്രായേലിന്റെയും തുടർ നീക്കങ്ങൾ അനുസരിച്ചിരിക്കും ഈ വെടിനിർത്തലിന്റെ ബാക്കി കാര്യങ്ങൾ എന്നതാണ്. ഇസ്രായേൽ വെടിനിർത്തൽ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആക്രമണങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വെടിനിർത്തലിന് തൊട്ടു മുൻപുള്ള മണിക്കൂറിൽ ഇസ്രായേലിൽ വലിയ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടത്.